ഒരു യൂട്യൂബ് വീഡിയോ ചെയ്യുമ്പോൾ ആ വീഡിയോയിൽ കാണിക്കാൻ പോകുന്ന സംഗതി അല്ലെങ്കിൽ പറയാൻ പോകുന്ന കഥ അതെന്തായാലും ആദ്യത്തെ 10-15 സെക്കൻഡിനുള്ളിൽ പറഞ്ഞേക്കണം. അല്ലെങ്കിൽ ഇത് കാണുന്ന പ്രേക്ഷകർ ബോറടിക്കും, അവർ സ്ക്രോൾ ചെയ്ത് അടുത്ത വീഡിയോയിലേക്ക് പോകും എന്നാണ് എൻ്റെ സുഹൃത്തുക്കളായ 2-3 പ്രേക്ഷകർ എന്നോട് പറഞ്ഞത്. അതുകൊണ്ട് ഞാൻ ഇന്ന് പറയാൻ പോകുന്ന കഥയുടെ രത്നച്ചുരുക്കം ആദ്യമേ പറയാം. ഇത് ഒരു എന്താ പറയുക, ചരിത്ര സംബന്ധിയായ ഒരു അന്വേഷണ കഥയാണ്. അമേരിക്കയുടെയും ഇന്ത്യയുടെയും ലോകരാജ്യങ്ങളുടെ തന്നെ ഇന്നത്തെ ഈ സാമ്പത്തിക അല്ലെങ്കിൽ സൈനിക ക്രമത്തിലേക്ക് എങ്ങനെയാണ് നമ്മൾ എത്തിച്ചേർന്നത്, അത് എത്തിച്ചേരാനുണ്ടായ കാരണങ്ങൾ സത്യത്തിൽ വളരെ ബാലിശമായ അല്ലെങ്കിൽ തീരെ സൈനികവും സാമ്പത്തികവുമല്ലാത്ത ഒരു സംഗതിയിലൂടെയാണ് എന്ന് അറിയുമ്പോൾ നമ്മൾ തന്നെ അറിയാതെ ചിരിച്ചു പോകും. അപ്പോൾ ആ ഒരു സംഗതിയെ ബേസ് ചെയ്തിട്ടുള്ള ഒരു അന്വേഷണ കഥയാണിത്. എല്ലാവരും തുടർന്ന് കാണുമെന്ന് വിചാരിക്കുന്നു. നമ്മുടെ കഥ ആരംഭിക്കുന്നത് ഡിസംബർ 16, 1773 അമേരിക്കയിലെ ബോസ്റ്റൺ പട്ടണത്തിലെ ബോസ്റ്റൺ ഹാർബറിൽ 3 ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ കപ്പലുകൾ അടുക്കുകയാണ്. ഈ കപ്പലുകളിൽ മൊത്തം ലോഡ് ചെയ്തിട്ടുള്ളത് തേയിലയാണ്. തേയില കൊണ്ടുവരുന്നത് ചൈനയിൽ നിന്നാണ്. ഈ തേയില അവിടെ ഇറക്കാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് കുറേ ദിവസങ്ങളായി അവിടെ സമരത്തിലാണ് അവിടുത്തെ അമേരിക്കക്കാർ. അപ്പോൾ ഈ 16-ാം തീയതി രാത്രിയിൽ കുറച്ച് അമേരിക്കൻ യുവാക്കൾ ദ സൺസ് ഓഫ് ലിബർട്ടി എന്ന പേരിട്ടിട്ട് എന്നാണ് അവരെ തന്നെ വിളിക്കുന്നത്. ഈ യുവാക്കൾ അവിടുത്തെ നാറ്റീവ് അമേരിക്കൻസിൻ്റെ, നമ്മൾ ഇപ്പോൾ പറയുന്ന റെഡ് ഇന്ത്യൻസ് ഒക്കെ വിളിക്കുന്നില്ലേ, കുറേ പൂവും ഇതൊക്കെ വെച്ചിട്ട് തോലൊക്കെ തലയിൽ വെച്ചിട്ടുള്ള ആ ആൾക്കാരുടെ വേഷത്തിൽ കുറച്ച് യുവാക്കൾ ഈ കപ്പലുകളിലേക്ക് നുഴഞ്ഞു കയറിയിട്ട്, രാത്രിയുടെ മറവിൽ നുഴഞ്ഞു കയറിയിട്ട് അതിനകത്തുണ്ടായിരുന്ന തേയില കംപ്ലീറ്റ് ആയിട്ട് എടുത്ത് വെള്ളത്തിലേക്ക് ഇടുകയാണ്. ഇത് ഒരു വലിയ സമരത്തിൻ്റെ തുടക്കമായിരുന്നു. ഇതിനെയാണ് ബോസ്റ്റൺ ടീ പാർട്ടി സ്ട്രഗിൾ എന്ന് വിളിക്കുന്നത്. ഇതിന് നേതൃത്വം കൊടുത്തത് സാമുവൽ ആദംസ് എന്ന പേരുള്ള ഒരാളായിരുന്നു. അമേരിക്കയിലെ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കെതിരെ ഇത്തരത്തിലുള്ള ഒരു സമരത്തിന് അവർ തുടക്കം കുറിക്കാൻ കാരണം ഈ അമേരിക്കൻ വൻകരയിൽ വിൽക്കുന്ന എല്ലാ ചായയും ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി മാത്രമേ വിൽക്കാൻ പാടുള്ളൂ എന്നൊരു നിയമം ബ്രിട്ടീഷ് പാർലമെൻറ്റ് അങ്ങ് ബ്രിട്ടനിലിരുന്നിട്ട് തീരുമാനിച്ചു. അപ്പോൾ ഇവർ പറഞ്ഞു, നോ ടാക്സേഷൻ വിത്തൗട്ട് റെപ്രസെൻറ്റേഷൻ. ഞങ്ങൾ പ്രതിനിധാനം ചെയ്യുന്നില്ലെങ്കിൽ, ഞങ്ങൾക്ക് ബ്രിട്ടീഷ് പാർലമെൻറ്റിൽ പ്രതിനിധികളില്ലെങ്കിൽ ഞങ്ങളെ ടാക്സ് കൊടുക്കില്ല എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു സ്ട്രൈക്ക്, ഒരു സമരം അവർ ആരംഭിച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് ഈ സമരം അവിടെ നിർത്തിയിട്ട് ഇനി അടുത്ത ഒരു ചരിത്ര സംഭവത്തിലേക്ക് പോവാം. 1304 ആഫ്രിക്ക ഭൂഖണ്ഡത്തിന് അഭിമുഖമായിട്ടാണല്ലോ യൂറോപ്പ് കിടക്കുന്നത്. അതിൻ്റെ ഇടയിൽ മെഡിറ്ററേനിയൻ സീ. അപ്പോൾ ആഫ്രിക്ക ഭൂഖണ്ഡത്തിൻ്റെ യൂറോപ്പിന് അഭിമുഖമായി കിടക്കുന്ന ഒരു രാജ്യമാണ് മൊറോക്കോ. ഈ മൊറോക്കോയിൽ 1304 ഒരു കുഞ്ഞ് ജനിച്ചു. ആ കുഞ്ഞിൻ്റെ പേര് മുഴുവനായിട്ട് പറയുകയാണെങ്കിൽ അബു അബ്ദുള്ള മുഹമ്മദ് ഇബിൻ ബത്തൂത്ത. അയാളുടെ മുഴുവൻ പേര് കുറേ കൂടെ നീളമുള്ളതാണ്. ഉപ്പയുടെയും ഉപ്പാപ്പാടെയും എല്ലാം പേര് കൊണ്ടുള്ളതാണ്. പക്ഷെ എന്നാലും അബു അബ്ദുള്ള മുഹമ്മദ് ഇബിൻ ബത്തൂത്ത എന്ന് നമുക്ക് മുഴുവനായിട്ട് വിളിക്കാം. ഇബിൻ ബത്തൂത്ത എന്ന പേരിൽ ലോകത്തെമ്പാടും അറിയപ്പെട്ട വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു സഞ്ചാരിയാണ് ഇബിൻ ബത്തൂത്ത. ഇയാൾ ജനിച്ചത് 1304 മൊറോക്കോയിലെ അൽ മഗരിബ് എന്ന് പറഞ്ഞ ഒരു പ്രദേശത്താണ്. കുറച്ച് ധനാഢ്യരായ ഒരു കുടുംബമാണ് ഇബിൻ ബത്തൂത്തയുടെ. 21 വയസ്സായപ്പോൾ സമ്പത്തും ആരോഗ്യവും ഉണ്ടെങ്കിൽ ഹജ്ജ് കർമ്മം നിർവഹിക്കണമെന്ന ഇസ്ലാമിക നിർദ്ദേശപ്രകാരം അദ്ദേഹം ഹജ്ജ് നിർവഹിക്കാനായിട്ട് കപ്പൽ കയറിയിട്ട് മെഡിറ്ററേനിയൻ സീ വഴി കപ്പൽ കയറി മക്കയിലേക്ക് പോവുകയാണ്. മക്കയിലേക്ക് പോകുമ്പോൾ കപ്പൽ യാത്ര വന്ന് അവസാനിക്കുന്നത് ഗാസയിലാണ്. അതായത് പലസ്തീൻ്റെ പ്രദേശമായ ഗാസയുടെ തുറമുഖത്താണ്. അവിടെ വന്നിട്ടാണ് കപ്പൽ നിൽക്കുന്നത്. അവിടെ നിന്ന് ഇറങ്ങിയിട്ട് പിന്നെ ഒട്ടകപ്പുറത്താണ് മക്കയിലേക്ക് പോകുന്നത്. അപ്പോൾ ഇത്രയും വലിയ ഒരു യാത്രയാണ്. ആ യാത്ര കഴിഞ്ഞ് മക്കയിലെ ഹജ്ജ് കഴിഞ്ഞിട്ട് അദ്ദേഹം തിരിച്ച് മൊറോക്കോയിലേക്ക് പോകുന്നില്ല.
ഈ യാത്ര ചെയ്യുമ്പോഴേക്ക് അദ്ദേഹത്തിന്റെ മനസ്സ് മാറിയിട്ട് നമ്മുടെ പിന്നെ എന്താണ് പറയുക, ശ്രീനിവാസൻ മലക്ക് പോയ പോലെ ആ സിനിമയിലുണ്ടല്ലോ, തിരിച്ച് വീണ്ടും മലക്ക് കയറി പോകുന്നു. അതുപോലെ ഇയാള് ഹജ്ജ് കഴിഞ്ഞിട്ട് തിരിച്ചു പോകുന്നില്ല. അയാൾ ഹജ്ജ് കഴിഞ്ഞപ്പോൾ പറഞ്ഞു, എനിക്ക് ഇനിയും ലോകം കാണാനുണ്ട്, എനിക്ക് കുറെ സിറ്റികൾ കാണാനുണ്ട്, എനിക്ക് കുറെ ആളുകളെ കാണാനുണ്ട് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം അവിടെ നിന്ന് വീണ്ടും യാത്ര പോവുകയാണ്. ഈ യാത്ര ഈ അറേബ്യൻ ഭൂഖണ്ഡം, അതായത് സൗദി അറേബ്യ നിന്ന് നമ്മൾ വിളിക്കുന്ന, അല്ലെങ്കിൽ അന്നത്തെ അറേബ്യയും യമനും ഒമാനും ഒക്കെ കൂടിയിട്ടുള്ള ഈ ദേശം ഇദ്ദേഹം മുറിച്ച് കടന്ന് അറേബ്യയുടെ ഈസ്റ്റ് കോസ്റ്റിൽ, ഇപ്പോഴത്തെ ഒമാന്റെ കോസ്റ്റ്, അവിടുത്തെ പട്ടണങ്ങളിൽ പോവുകയും അവിടെ നടക്കുന്ന വ്യാപാരങ്ങൾ കാണുകയും അവിടെ വരുന്ന കപ്പലിൽ ഏതൊക്കെ നാട്ടിൽ നിന്ന് കപ്പൽ വരുന്നുണ്ട് എന്ന് ശ്രദ്ധിക്കുകയും, പിന്നെ അവിടെ നിന്ന് ചട്ടം കെട്ടിയിട്ട് അദ്ദേഹം ഒരു കപ്പലിൽ ചൈനയിലേക്കും അതുപോലെ തന്നെ ഇന്ത്യയിലേക്കും അതുപോലെ തന്നെ മറ്റ് പല ദേശങ്ങളിലേക്കും യാത്ര പോവുകയാണ്. ഈ യാത്രകൾ നീണ്ടു നിൽക്കുന്നത് 24 കൊല്ലമാണ്. അപ്പോൾ 1304 ജനിച്ച് 21 വയസ്സിൽ പോയി 24 കൊല്ലം യാത്ര ചെയ്ത് 45 വയസ്സിൽ അദ്ദേഹം തിരിച്ച് മൊറോക്കോയിലേക്ക് എത്താണ്. അപ്പോൾ 1348 അദ്ദേഹം മൊറോക്കോയിൽ തിരിച്ചു വരുന്നത്. എന്നിട്ട് അദ്ദേഹം ഈ പോയ യാത്രയെക്കുറിച്ചുള്ള വിവരണങ്ങൾ എഴുതിയ ഒരു പുസ്തകം ഇറക്കണം. ആ പുസ്തകത്തിൻ്റെ പേര് റിഹില എന്നാണ്. റിഹില എന്നാണ് അത് ചെറിയ അറബിക് പേരിൽ വിളിക്കുന്നതെങ്കിലും റിഹില എന്ന് പറഞ്ഞത് ജേണി എന്നാണ്. അതിന് മുഴുവൻ പേര് അദ്ദേഹം കൊടുത്തിട്ടുള്ളത് എ ഗിഫ്റ്റ് ടു ദോസ് ഹു കണ്ടംപ്ലേറ്റ് ദി വണ്ടേഴ്സ് ഓഫ് സിറ്റീസ് ആൻഡ് ദ മാർവൽസ് ഓഫ് ട്രാവലിംഗ് എന്ന് പറഞ്ഞ വലിയ ഒരു പേരാണ് ആ പുസ്തകത്തിന് കൊടുത്തിട്ടുള്ളത്. ആ പുസ്തകം 1348-50 കാലഘട്ടത്തിലാണ് അത് എഴുതുന്നതും 55-60 കാലഘട്ടത്തിലായിരിക്കും അത് പ്രസിദ്ധീകൃതമായത്. അതിനുശേഷം അത് മറ്റ് പല ഭാഷകളിലേക്കും തർജ്ജമ ചെയ്യപ്പെടുകയും മറ്റ് പല രാജ്യങ്ങളിലേക്കും യാത്രക്കാരും അതുപോലെയുള്ള ആളുകളും പണ്ഡിതന്മാരും ഒക്കെ അത് കൊണ്ടുപോവുകയും ഒക്കെ ചെയ്തു. ഈ കഥ നമുക്ക് അവിടെ നിർത്തിയിട്ട് ഇനി തിരിച്ച് നമുക്ക് യൂറോപ്പിലേക്ക് പോവാം. യൂറോപ്പിൽ 1400 കാലഘട്ടത്തിൽ യൂറോപ്പിലെ വൻ ശക്തികൾ എന്ന് പറയുന്നത് സ്പെയിനും അതുപോലെ തന്നെ പോർച്ചുഗലും, തൊട്ടു പുറകിലായിട്ട് ഫ്രാൻസും ഇംഗ്ലണ്ടും ഒക്കെ ഉണ്ട്. അന്ന് അമേരിക്ക ഇല്ല. ചൈന ഏതോ ദൂരദേശത്ത് കിടക്കുന്ന ഒരു രാജ്യമാണ്. അപ്പോൾ ഈ യൂറോപ്പിൽ അവിടെ ധനാഢ്യരായ പ്രഭുക്കന്മാരുടെ വീടുകളിൽ ഭക്ഷണത്തിന് തീന്മേശയുടെ മേലെ വരുന്ന ഇറച്ചിയിൽ അവർ വളരെ ആർഭാടപൂർവ്വം തൂവുന്ന ഒരു സാധനമാണ് കുരുമുളക് പൊടി. ഈ കുരുമുളക് അന്ന് അവരുടെ ഭാഷയിൽ തന്നെ ബ്ലാക്ക് ഗോൾഡ് എന്നാണ് വിളിക്കുന്നത്, അതായത് കറുത്ത പൊന്ന്. നമ്മളും അതറിയാം. പക്ഷെ അന്ന് അവർക്ക് അത് പൊന്നിൻ്റെ അത്ര വിലയുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അവർ അതിനങ്ങനെ വിളിച്ചത്. ഈ മാംസഭക്ഷണങ്ങൾ പാചകം ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ മാംസം സൂക്ഷിച്ചു വെക്കാൻ, മാംസം കൊണ്ടുണ്ടാക്കിയ ഭക്ഷണങ്ങളോ അല്ലെങ്കിൽ അതുപോലെ തന്നെ ചീസ് ഒക്കെ സൂക്ഷിച്ചു വെക്കാൻ ഇവർക്ക് കുരുമുളക് ആവശ്യമുണ്ടായിരുന്നു. ഈ കുരുമുളകാണെങ്കിൽ വലിയ വിലയാണ്. കുരുമുളക് യൂറോപ്പിൻ്റെ തീരങ്ങളിൽ കൊണ്ടുവന്ന് വിൽക്കുന്നത് വെനീസിലെ വ്യാപാരികളാണ്. ഈ വെനീഷ്യൻസിനെ അവർ വളരെ ലോകപ്രസിദ്ധമായ വ്യാപാരികളാണ്. അവർ കുടുംബപരമായി തന്നെ ചില ഗോത്ര രീതിയിലാണ് അവരുടെ വ്യാപാരം. അച്ഛനും മകനും മുത്തച്ഛനും ഒക്കെ കൂടിയ ചെറിയ ഗ്രൂപ്പുകളാണ്. അവർക്ക് സ്വന്തമായ കപ്പലുണ്ടായിരിക്കും, സ്വന്തമായ ആളുകളുണ്ടായിരിക്കും. അതെല്ലാം അവരുടെ തന്നെ ആളുകളാണ്. അപ്പോൾ ഈ കുരുമുളക് എവിടെ നിന്നാണ് കൊണ്ടുവരുന്നത് എന്ന് യൂറോപ്യന്മാർക്ക് അറിവുണ്ടായിരുന്നില്ല. അവരെ അതിൻ്റെ സോഴ്സ് കിട്ടാൻ വേണ്ടിയിട്ട് വെനീസിലെ വ്യാപാരികളെ പല രീതിയിൽ സ്വാധീനിക്കാൻ ശ്രമിച്ചിട്ടും അവർക്കത് കിട്ടിയില്ല. പക്ഷെ അവർക്ക് അറിയാമായിരുന്നു വെനീസിലെ വ്യാപാരികൾക്ക് ഇത് കിട്ടുന്നത് മറ്റെവിടെ നിന്നാണ്, അല്ലെങ്കിൽ ഇത് അറബികളിൽ നിന്നാണ് എന്നൊരു ധാരണ അവർക്കുണ്ട്. പക്ഷെ എന്നാലും അറബികൾക്ക് ഇത് എവിടെ നിന്നാണ് കിട്ടുന്നത്? കാരണം അറബ് നാട്ടില് ഈ കിടക്കുന്ന മണൽ കാടുകളിൽ, അല്ലെങ്കിൽ ഇത്രയും ഡെസേർട്ടഡ് ആയിട്ടുള്ള വെള്ളവും ഒന്നുമില്ലാത്ത ഈ സ്ഥലത്ത് ഇങ്ങനെ ഒരു സാധനം ഉള്ളതായിട്ട് അവർക്ക് അറിയില്ല. അപ്പോൾ അവിടെ കുരുമുളക് എന്തായാലും അറബ് നാടുകളിൽ ഇല്ല എന്ന് അവർക്കറിയാം. സോ എവിടെ നിന്നാണ് ഇത് വരുന്നത്? അവർക്കറിയാം ഇറ്റ് ഈസ് കമ്മിങ് ഫ്രം ഇൻഡീസ്.
ഇന്ത്യയിൽ നിന്നാണ്, അല്ലെങ്കിൽ അവർ അന്ന് ഇന്ത്യസ് എന്ന് വിളിക്കുന്നത് ഈ മൊത്തം ഈസ്റ്റ് സൈഡിനെയാണ്. അതായത് ഇന്ത്യ, ബംഗ്ലാദേശ്, മ്യാൻമാർ, ഇന്തോനേഷ്യനെ വരെ അവർ ഇന്ത്യസ് എന്നുള്ളതിൽ കൂട്ടിയിരിക്കുകയാണ്. പക്ഷെ അവിടേക്ക് എത്തിച്ചേരാൻ അവർക്ക് ആവുന്നില്ല. പല തവണ പല കപ്പൽ വ്യൂഹങ്ങളും, അതായത് 4ഉം 5ഉം കപ്പലുകൾ അടങ്ങിയ, അന്ന് പായ്ക്കപ്പലാണ്, ഈ പായ്ക്കപ്പലുകൾ അടങ്ങിയ വ്യൂഹങ്ങൾ അവിടെ നിന്ന് ഈ ഇന്ത്യ അന്വേഷിച്ച് പുറപ്പെട്ടിട്ടുണ്ട്. അവരൊക്കെ ഒരാൾ പോലും ഇല്ലാതെ മരണപ്പെട്ടു പോവുകയും കപ്പലുകൾ തകർന്നടിയുകയാണ് ഉണ്ടായത്. കാരണം അവിടേക്കുള്ള വഴി അറിയില്ല. ജോഗ്രഫിക്കൽ മാപ്പ്, അന്നുള്ള മാപ്പ് വെച്ചിട്ട് ആർക്കും പോകാൻ അറിയില്ല. വളരെ ബുദ്ധിമുട്ട് പിടിച്ച യാത്രാ സംവിധാനങ്ങളാണ് അന്നുള്ളത്. അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു സാധനവും ഇല്ല. ആകെ കയ്യിലുള്ളത് ഒരു എന്താ പറയാ, വടക്ക് നോക്കി എന്തായിരിക്കും. അപ്പോൾ ഇങ്ങനെ 1450 ഇത്രയും ബുദ്ധിമുട്ട് പിടിച്ചിട്ടും പല രീതിയിൽ അവർ ശ്രമിച്ചിട്ടും അവർക്ക് ഇന്ത്യയിലേക്ക് എത്തിച്ചേരാനായിട്ടില്ല. ഇന്ത്യയിൽ നിന്ന് എവിടെ നിന്നോ ആണ് ഇത് വരുന്നത് എന്നല്ലാതെ ഇന്ത്യയിലേക്ക് എങ്ങനെ പോകാമെന്ന് അവർക്ക് അറിയില്ല. അവർക്ക് വേണ്ടത് കുരുമുളകാണ്. ഈ കുരുമുളകിന് വേണ്ടിയാണ് അവർ കഷ്ടപ്പെടുന്നത്. വെനീസുകാരോട് ചോദിച്ചാൽ പറയില്ല. ഇനി 1358 ഈ നമ്മുടെ ഇബ്ൻ ബത്തൂത്തയുടെ പുസ്തകം പതിയെ പല രാജ്യങ്ങളിലൂടെ പല ഭാഷകളിലേക്ക് തർജ്ജമ ചെയ്യപ്പെട്ട് അങ്ങനെ യൂറോപ്യന്മാരുടെ കയ്യിലെത്തുമ്പോൾ അതിനകത്ത് ഇന്ത്യയിലേക്ക് പോകാനുള്ള വഴിയിട്ട്. കാരണം ഇബ്ൻ ബത്തൂത്ത ഇന്ത്യയിലേക്ക് സഞ്ചരിച്ചിട്ടുണ്ട്. ഇബ്ൻ ബത്തൂത്ത ഈ സഞ്ചാര വഴികളിൽ എവിടെ നിന്നാണ് കുരുമുളകും ഏലവും ജാതിക്കയും എല്ലാം വരുന്നത് എന്ന് ഇബ്ൻ ബത്തൂത്ത ആ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയതുപോലെ യാത്ര ചെയ്യുകയാണെങ്കിൽ അവർ മെഡിറ്ററേനിയൻ കടൽ വഴി പോയി ഗാസയിൽ ഇറങ്ങി, ഗാസയിൽ നിന്ന് ഒട്ടകപ്പുറത്ത് കയറി ഈ കരമാർഗം സഞ്ചരിച്ച് അറേബ്യൻ മണൽ ഡെസേർട്ട് ക്രോസ് ചെയ്ത് ഒമാന്റെ തീരത്തെത്തി അവിടെ നിന്ന് വീണ്ടും കപ്പൽ കയറി ഇന്ത്യയിലേക്ക് പോകണം. അപ്പോൾ അത് പലതവണ ഒരു കപ്പലിൽ 3 കപ്പലിലുള്ള കൊണ്ടുപോകുന്ന യാത്ര ചെയ്യാൻ കൊണ്ടുപോകുന്ന സാധനങ്ങൾ എന്ന് പറഞ്ഞാൽ വെള്ളം മുതൽ ഭക്ഷണം മുതൽ അംഗരക്ഷകരും സൈനികരും അവരുടെ വസ്ത്രവും അടങ്ങിയ വലിയ ഒരുപാട് സാധനങ്ങളാണ്. ഇത്രയും സാധനം അവർക്ക് കരമാർഗം കടത്തി കൊണ്ടുപോവുക എളുപ്പമല്ല. മാത്രമല്ല കരമാർഗമുള്ള യാത്ര അന്ന് സുരക്ഷിതമല്ല. കടൽ മാർഗമാണ് കുറച്ചുകൂടെ സുരക്ഷിതം. അപ്പൊ അതുകൊണ്ട് ഇവര് കടൽ മാർഗം ട്രൈ ചെയ്ത ഒരുപാട് ആളുകളുണ്ട്. കരമാർഗം ട്രൈ ചെയ്തവര് മരുഭൂമിയിൽ ചത്ത പോവുകയാണ് ഉണ്ടായത്. അവർക്ക് മരുഭൂമിയിൽ ഡയറക്ഷൻ അറിയാതെ ഡയറക്ഷൻ തെറ്റിപ്പോയിട്ട് മരിച്ചു പോവുകയാണ് ഉണ്ടായത്. അപ്പോൾ ഒരു തരത്തിലും യൂറോപ്യന്മാർക്ക് ഇന്ത്യയിലേക്ക് എത്താൻ കഴിയാതെ ഇരിക്കുന്ന സമയത്താണ് ഈ ഇബ്ൻ ബത്തൂത്തയുടെ പുസ്തകം അവരുടെ കയ്യിലെത്തുന്നത്. അപ്പോൾ അവർക്ക് കൃത്യമായൊരു ധാരണയുണ്ടായി എങ്ങനെ ഇന്ത്യയിലേക്ക് പോകാം. ഉടനെ സ്പെയിൻ്റെ രാജാവ് ഫെർഡിനാൻഡ് II, രാജ്ഞി ക്യൂൻ ഇസബെല്ല, ഇവരുടെ അടുത്തേക്ക് വളരെ യാത്രാപ്രിയനായ കൊളംബസ് ചെന്നിട്ട് തൻ്റെ ആഗ്രഹം പറയാണ്. കൊളംബസ് ഒരുപാട് യാത്രകൾ ചെയ്ത നല്ല ഒരു നാവികനാണ്. അപ്പോൾ കൊളംബസ് എന്നിട്ട് പറയാണ്, ഈ സാധനം ഞാൻ മേടിച്ചുകൊണ്ട് വരാം, നിങ്ങൾ എനിക്ക് പണം തന്നാൽ മതി, നിങ്ങൾ സാമ്പത്തിക സൈനിക സഹായം തന്നാൽ ഇന്ത്യയിലേക്ക് ഞാൻ പോയി ഇന്ത്യയിൽ നിന്ന് കുരുമുളക് ഞാൻ കൊണ്ടുവരാം. അപ്പോൾ അവിടുത്തെ അന്നത്തെ റിലീജിയസ് പ്രീസ്റ്റ് ആയിട്ടുള്ള അന്ന് അവിടുത്തെ മതം എന്ന് പറയുന്നത് കത്തോലിക്കരാണ് അവിടെയുള്ളത്. അപ്പോൾ അവർക്ക് ഈ ക്രിസ്ത്യാനിറ്റി ലോകം മുഴുവൻ പടർത്തണമെന്ന് ആകെ വിഷമിച്ച് നടക്കുന്ന ആൾക്കാരാണല്ലോ. അപ്പോൾ കത്തോലിക്ക പ്രീസ്റ്റുകൾ ഇവരുടെ കൂടെ കൂടി ഓക്കെ, അങ്ങനെ കൊളംബസ് പോവുകയാണെങ്കിൽ ഞങ്ങൾ കൂടെ പോവാം, അവിടെയുള്ള ആൾക്കാരെ ക്രിസ്ത്യാനിയാക്കാം. അപ്പോൾ 2 കാര്യങ്ങളാണുള്ളത്. ഒന്ന്, കുരുമുളക് തുടങ്ങി മറ്റു സാധനങ്ങൾ കൊണ്ടുവരണം. 2, ആ നാടുകളിൽ ആളുകളുണ്ടെങ്കിൽ അവരെ ക്രിസ്ത്യാനിയാക്കണം. ഇത് 2 ഉദ്യമങ്ങളാണ് അന്നത്തെ യാത്രക്ക് ഉള്ള കാരണം. നമ്മുടെ ഈ കഥ നടക്കുമ്പോൾ ലോകത്ത് നടക്കുന്ന പല ചെറിയ സംഭവങ്ങളും പല
മിസ്റ്റേക്കുകളും ഒക്കെ ഇന്നത്തെ ലോകക്രമം രൂപീകൃതമാവാൻ കാരണമായി എന്നുള്ളതിടത്തേക്കാണ് ഞാൻ വരുന്നത്. അപ്പോൾ ഗലീലിയോ സോറി നമ്മുടെ കൊളംബസ്, ക്രിസ്റ്റഫർ കൊളംബസ് നോക്കിയിരിക്കുന്ന ഈ ഗ്ലോബ് അന്ന് 1400 കാലഘട്ടമൊക്കെ ആവുമ്പോൾ, അതായത് AD 14 നൂറ്റാണ്ടാവുമ്പോഴേക്ക് യൂറോപ്പിലുള്ള ഒട്ടുമിക്ക ആളുകൾക്കും ഈ ഭൂലോകം ഉരുണ്ടതാണ് എന്നറിയാം. ഭൂലോകത്തെ ഈ ഗ്ലോബിൽ അടയാളപ്പെടുത്താൻ തുടങ്ങിയിട്ടുണ്ട്. കരകളും കടലുകളൊക്കെ അടയാളപ്പെടുത്താൻ തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ അപ്പോഴും ഈ ട്രാവലേഴ്സ് കൊടുത്ത വിവരമല്ലാത്ത മറ്റു വിവരങ്ങളൊന്നും അവർക്ക് അറിയില്ല. സത്യം പറഞ്ഞാൽ അന്നത്തെ യൂറോപ്യന്മാർക്ക് പസഫിക് മഹാസമുദ്രം എന്ന് പറഞ്ഞ സാധനം ഉണ്ട് എന്ന് അറിയില്ല. അവരത് അപ്പുറത്തേക്ക് ട്രാവൽ ചെയ്തിട്ടില്ല. അവർ അമേരിക്കയിലേക്ക് ട്രാവൽ ചെയ്തിട്ടില്ല. അതായത് അറ്റ്ലാന്റിക് ക്രോസ് ചെയ്തിട്ടില്ല. ഇന്ത്യയിലേക്ക് വന്നിട്ടില്ല. അപ്പോൾ അവര് ജീവിക്കുന്ന യൂറോപ്പിന്റെ തൊട്ട് അടുത്ത പ്രദേശങ്ങളിൽ മാത്രമേ അവർക്ക് അവരുടെ കപ്പലുമായിട്ട് പോകാനായിട്ടുള്ളൂ. എന്നാൽ അവരെക്കാൾ കൂടുതൽ ട്രാവൽ ചെയ്തിട്ടുണ്ട് അറബികൾ. എന്തുകൊണ്ടാന്ന് വെച്ചാൽ അറബികൾ ഈ അറേബ്യൻ പെനിൻസുലയിൽ കടന്നുകൊണ്ട് ഒമാന്റെ തീരത്ത് നിന്ന് അറബ് നാട്ടിലേക്കും ഗാസയുടെ തീരത്ത് നിന്ന് പലസ്തീന്റെ തീരത്ത് നിന്ന് മെഡിറ്ററേനിയൻ വഴി യൂറോപ്പിലേക്കും അറബികൾ ട്രാവൽ ചെയ്യുന്നുണ്ട്. അപ്പൊ അറബികൾക്ക് ആക്ച്വലി യൂറോപ്യന്മാരെക്കാൾ കൂടുതൽ വഴികളെന്നറിയാം. പക്ഷേ അറബികളുമായി ഇവര് ചങ്ങാത്തത്തിലോ അല്ലെങ്കിൽ സൗഹൃദത്തിലോ അല്ലെങ്കിൽ എന്തെങ്കിലും കൊടുക്കൽ വാങ്ങലോ ഇല്ലാത്തതുകൊണ്ടായിരിക്കാം ഇവർക്ക് ഈ വിവരങ്ങളൊന്നുമില്ല. എന്തായാലും നമ്മുടെ ക്രിസ്റ്റഫർ കൊളംബസ് യാത്ര പോകാൻ തീരുമാനിച്ചു. അപ്പൊ അദ്ദേഹത്തിന്റെ മുമ്പിൽ ഈ കാണുന്ന ഗ്ലോബ് ഉണ്ട്. അദ്ദേഹം കണക്കൂട്ടിയത് ഇങ്ങനെ മെഡിറ്ററേനിയൻ വഴി ഈ അറേബ്യൻ പെനിൻസുല പോയി അറേബ്യൻ പെനിൻസുല ക്രോസ് ചെയ്ത് പിന്നെ ഇന്ത്യൻ മഹാസമുദ്രം ക്രോസ് ചെയ്തിട്ട് ഇന്ത്യയിലേക്ക് എത്തുന്നതിനേക്കാൾ എളുപ്പമായിരിക്കും നേരെ പടിഞ്ഞാറോട്ട് യാത്ര ചെയ്താൽ എന്ന് കരുതി. അത് അദ്ദേഹത്തിന്റെ മാത്രം ധാരണയാണ് കേട്ടോ. സ്വന്തമായിട്ട് കണക്കൂട്ടി, കാരണം നാവികനാണല്ലോ അദ്ദേഹം. സ്വന്തമായിട്ട് കണക്കൂട്ടി സ്വന്തമായിട്ട് എടുത്ത തീരുമാനപ്രകാരം ഈ 3-4 കപ്പലുകൾ നേരെ പടിഞ്ഞാറോട്ട് പിടിക്കുന്നു. അദ്ദേഹം കണക്കൂട്ടിയത് ഇങ്ങനെ പടിഞ്ഞാറ് പോയാൽ വേഗം ഏഷ്യയിലേക്ക് അല്ലെങ്കിൽ ഇന്ത്യയിലേക്ക് എത്തിച്ചേരാവുന്നതാണ്. അങ്ങനെ അദ്ദേഹം എത്തിച്ചേർന്നത് കരീബിയൻ ദ്വീപസമൂഹങ്ങളിൽപ്പെട്ട ഹെയ്ത്തി, ബഹമാസിലാണ് അദ്ദേഹം എത്തിച്ചേർന്നത്. ഹെയ്ത്തിയിലൊക്കെ രണ്ടാമത് പോയി. അപ്പോൾ ഹെയ്ത്തിയിലും അതുപോലെ ക്യൂബയിലും ഒക്കെയാണ് പലതവണയായിട്ട് പോയത്. അങ്ങനെ ബഹമാസിൽ എത്തിച്ചേർന്ന് അദ്ദേഹം ആദ്യം കരുതി ഇത് ഇന്ത്യ തന്നെയാണെന്നാണ്. എന്നിട്ട് അയാൾ അവിടെയുള്ള ആൾക്കാരെ റെഡ് ഇന്ത്യൻസ് എന്ന് വിളിച്ചു. ആ വിളിയാണ് ഇത്രയും കാലം നമ്മളെല്ലാവരും ചരിത്ര പുസ്തകങ്ങളിലൂടെയും അല്ലാതെയും അറിഞ്ഞും അറിയാതെയും ഒക്കെ വിളിച്ചത്. പക്ഷെ ഇപ്പൊ അത് മാറ്റിയിട്ടുണ്ട്. ഇപ്പൊ റെഡ് ഇന്ത്യൻസ് എന്ന് വിളിക്കാറില്ല, നാറ്റീവ് അമേരിക്കൻസ് എന്നാണ് വിളിക്കുന്നത്. നാറ്റീവ് അമേരിക്കൻസ് തന്നെ വിളിക്കണം, കാരണം അവരാണ് യഥാർത്ഥ അമേരിക്കക്കാരൻ. അപ്പൊ ആ നാറ്റീവ് അമേരിക്കൻസിന്റെ ട്രെയിൽസ് എന്ന് പറഞ്ഞിട്ട് അവർ ജീവിച്ചിരുന്ന പല വഴികളിലൂടെയും യാത്ര ചെയ്യാനുള്ള ഒരു അവസരം ഞാനിപ്പോൾ അടുത്ത അമേരിക്കയിൽ പോയപ്പോൾ അവിടെ ടൂറിസ്റ്റ് ഏരിയ തന്നെയാണ്. നാറ്റീവ് അമേരിക്കൻസ് ജീവിച്ചിരുന്ന, അവർ യാത്ര ചെയ്തിരുന്ന വഴികളിലൂടെ യാത്ര ചെയ്യാനായിട്ട് അവിടെ അറേഞ്ച്മെന്റ് ഒക്കെ ചെയ്തു വെച്ചിട്ടുണ്ട്. ടൂറിസ്റ്റുകളെ അതിലെ കൊണ്ടുപോകും, മൊത്തം അതിലെ നടത്തും. ഒരു കാണേണ്ട കാഴ്ച തന്നെയാണ്. ഈ ബഹാമാസില് ക്രിസ്റ്റഫർ കൊളംബസ് ചെന്ന് കയറിയപ്പോൾ അവിടെ ഉണ്ടായിരുന്ന പാവങ്ങളായ ആ നാട്ടുകാര് ഇവര് വലിയ കപ്പലുകളിലൊക്കെ വന്ന വലിയ സൈനിക കൂട്ടമൊക്കെ കണ്ടപ്പോൾ അന്നത്തെ പാവങ്ങളായ ആ നാട്ടുകാര് ഇവരെ സ്വീകരിക്കാനായിട്ട് പൂവും ഭക്ഷണ പദാർത്ഥങ്ങളൊക്കെ കയ്യില് കരുതിയിട്ട് താളങ്ങളിലും ഒക്കെ കൊട്ടകളിലൊക്കെ ആക്കിയിട്ട് ഇവരെ സ്വീകരിക്കാനായിട്ട് കടൽ തീരത്ത് വന്നു എന്നാണ് പറയുന്നത്. ആ കടൽ തീരത്ത് വന്ന് നിന്നിരുന്ന ബഹുഭൂരിഭാഗം ആളുകളെയും ഈ ക്രിസ്റ്റഫർ കൊളംബസ് എന്ന് പറഞ്ഞ നാവികൻ, വീരശൂര പരാക്രമി, എന്താ പറയാ, കൊന്നുകളഞ്ഞു. അത്രയ്ക്ക് ക്രൂരനായിരുന്നു ക്രിസ്റ്റഫർ കൊളംബസ്. എന്തിനാ ക്രൂരത ചെയ്തു എന്നുള്ളത് മറ്റൊരു കഥ. പക്ഷേ ആ ക്രൂരത ചെയ്ത ഈ ക്രിസ്റ്റഫർ കൊളംബസ് തിരിച്ച് അവൻ്റെ നാട്ടിലേക്ക് സ്പെയിനിലേക്ക് തിരിച്ചു പോവാണ്. 1493 റിട്ടേൺ ചെയ്തു, തിരിച്ച് യാത്ര ചെയ്തു. തിരിച്ച് യാത്ര പോകുമ്പോൾ ബഹമാസിലെ ഒരുപാട് ആളുകളെ സ്ലേവ്സായിട്ട്, അടിമകളായിട്ട് പിടിച്ചിട്ട് നിർബന്ധപൂർവം കപ്പലിൽ വിലങ്ങിട്ട് കൊണ്ടുപോയി സ്പെയിനിലെ റാണി ഇസബെല്ലയ്ക്ക് സമ്മാനിക്കാൻ. മാത്രമല്ല
താൻ ഇന്ത്യയിലെത്തി എന്ന് തെളിയിക്കണമല്ലോ അതിനു വേണ്ടിയിട്ട്. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി അയാൾക്ക് കുരുമുളക് കിട്ടിയില്ല. അയാൾ വീണ്ടും ട്രാവൽ ചെയ്തു, അടുത്ത യാത്ര പുറപ്പെട്ടു, ക്യൂബയിൽ വന്നു, പിന്നെ ഇതുപോലെ തിരിച്ച് പോയി. ഇതിനിടയ്ക്ക് സ്പെയിൻ രാജാവ് അദ്ദേഹത്തെ അവിടുത്തെ ഗവർണറാക്കി നിയമിച്ചു. അങ്ങനെ കഥ അങ്ങനെ പോകുന്നു അവിടെ. പക്ഷെ അവർക്ക് കുരുമുളകോ ഈ സുഗന്ധദ്രവ്യങ്ങളോ കിട്ടിയില്ല. ഇതവിടെ നടക്കുമ്പോൾ, സ്പെയിനിൽ നടക്കുമ്പോൾ, പോർച്ചുഗീസുകാരും ഇതുപോലെ വലിയ സൈനിക ശക്തിയും നാവിക ശക്തിയും ഒക്കെയാണ്. അവര് കൂടുതലായിട്ടും കച്ചവടത്തിന് സാധനം പോകുന്നതെല്ലാം ഈ ഗാന അല്ലെങ്കിൽ ആഫ്രിക്കയുടെ തീരങ്ങളിലൂടെ ഉള്ള യാത്രയാണ് അവർ ചെയ്യുന്നത് കൂടുതലും. എന്നിട്ട് തിരിച്ച് അവർ പോർച്ചുഗലിലേക്ക് വരും. അപ്പോൾ ഇപ്രാവശ്യം കൊളംബസ് ഇന്ത്യയിലേക്ക് പുറപ്പെട്ടു എന്ന് അറിഞ്ഞപ്പോൾ തന്നെ ഇവിടെ ഭയങ്കര ബഹളമായി. പോർച്ചുഗീസുകാർക്കും വേണം ഇനി എങ്ങനെയെങ്കിലും ഇന്ത്യയിലേക്ക് പുറപ്പെടാം. അതിനായിട്ട് അവർ കണ്ടെത്തിയത് വാസ്കോഡ ഗാമനെയാണ്. വാസ്കോഡ ഗാമയും ഇതുപോലെ വളരെ ശക്തമായ വിവരങ്ങളുള്ള ഒരു നാവികനാണ്. അങ്ങനെ വാസ്കോഡ ഗാമയ്ക്ക് പോർച്ചുഗലുകാർ വേണ്ട സൈനിക സഹായങ്ങളും ഒക്കെ ചെയ്തിട്ട്, കപ്പലും ആളും അർത്ഥവും വേണമല്ലോ, അതൊക്കെ ചെയ്ത് വാസ്കോഡ ഗാമനെ യാത്രയാക്കി. വാസ്കോഡ ഗാമ പക്ഷെ വളരെ ബുദ്ധിപൂർവ്വം കളിച്ചു. വാസ്കോഡ ഗാമ ആഫ്രിക്കയുടെ തീരം പിടിച്ചുകൊണ്ട് തീരത്ത് നിന്ന് കുറച്ച് കിലോമീറ്ററുകൾ ദൂരെ യാത്ര ലൈൻ പിടിച്ചുകൊണ്ട് കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ് എന്ന് പറയുന്ന സൗത്ത് ആഫ്രിക്കയുടെ ആ കോർണർ ചുറ്റി നേരെ ഇങ്ങേ സൈഡിലേക്ക് ഇന്ത്യൻ മഹാസമുദ്രത്തിലേക്ക് വന്നു. കുറേ സമയമെടുത്തു, കുറേ ബുദ്ധിമുട്ടുകളായിരുന്നു. പക്ഷേ അദ്ദേഹം വന്ന് ലാൻഡ് ചെയ്തത് നമ്മുടെ കോഴിക്കോടുള്ള കടപ്പുറത്ത്, കാപ്പാട് കടപ്പുറത്താണ്. വന്നിറങ്ങുന്നു. പിന്നെയുള്ള കഥ നമുക്കറിയാം. അതുമായിട്ടുണ്ടായ യുദ്ധങ്ങളെക്കുറിച്ചും അതുമായിട്ടുണ്ടായ പ്രശ്നങ്ങളെക്കുറിച്ചും ഒക്കെ അറിയാം. അതേ സമയത്ത് തന്നെ വാസ്കോഡ ഗാമ ആദ്യം വന്നപ്പോൾ കച്ചവട ബന്ധം ഉറപ്പിക്കുകയും ഇവിടെ നിന്ന് കുരുമുളകും സുഗന്ധവ്യഞ്ജനങ്ങളും വാങ്ങുകയും തിരിച്ച് പോർച്ചുഗലിലേക്ക് യാത്ര തിരിക്കുകയും ചെയ്തു. വാസ്കോഡ ഗാമ ആണ് ഇന്ത്യയിലെ ആദ്യത്തെ ഫോറിൻ ഗവർണർ. വാസ്കോഡ ഗാമയെ ഗവർണറായിട്ട് പോർച്ചുഗീസ് രാജാവ് നിയോഗിക്കുകയാണ് ചെയ്തത്. ഒരു പക്ഷേ നമ്മളത് പഠിച്ചിട്ടുണ്ടാവില്ല. നമുക്ക് അറിയാവുന്ന ഗവർണർ ബ്രിട്ടീഷ് ഗവർണർമാരെയാണ്. ഇപ്പോഴും ബ്രിട്ടൻ എവിടെയില്ല, ഈ കഥയിൽ എവിടെയില്ല. കാരണം ബ്രിട്ടൻ അവിടെ ഫ്രാൻസുമായിട്ട് ഭയങ്കരമായ യുദ്ധത്തിലാണ്. കാലങ്ങളായിട്ട് 100 കൊല്ലത്തെ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുക അവിടെ. ഇതിനിടയിൽ ഇവിടെ നാവിക ശക്തി കൂട്ടാനൊന്നും അവർക്ക് സമയമില്ല. ഫ്രാൻസിനെ അങ്ങോട്ടടിക്കുന്നു, ഫ്രാൻസ് ഇങ്ങോട്ടടിക്കുന്നു, അങ്ങനെ കഴിഞ്ഞു പോവാണ്. ഈ കുരുമുളക് തേടിയുള്ള 2 രാജ്യങ്ങളുടെ യാത്ര, ഒന്ന് ക്രിസ്റ്റഫർ കൊളംബസ് വഴി അമേരിക്കയിലേക്കും മറ്റൊന്ന് വാസ്കോഡ ഗാമ വഴി ഇന്ത്യയിലേക്കും എത്തിച്ചേർന്നു. 2 വലിയ രാജ്യങ്ങൾ 2 ചെറിയ രാജ്യങ്ങളുടെ കോളനികളായി. അതിനുശേഷം ബ്രിട്ടീഷുകാർ കളത്തിലിറങ്ങി കളിക്കുകയാണ്. 1700, അതായത് 17-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ അമേരിക്കയുടെ മറ്റു പ്രദേശങ്ങളിൽ, അമേരിക്ക ഈസ് എ ബിഗ് കൺട്രി, അപ്പോൾ അമേരിക്കയുടെ മറ്റു പ്രദേശങ്ങളിൽ പലതും ബ്രിട്ടൻ്റെ കോളനിയായി മാറി. ബ്രിട്ടനും സ്പെയിനും അവിടെ പല തരത്തിൽ അടിവെച്ചു. അവിടെ നിന്ന് പതിയെ സ്പെയിനിനെ തുരത്തി കുറേ പ്രദേശങ്ങൾ, ബ്രിട്ടീഷ് കോളനികൾ, അവിടെ ബ്രിട്ടൻ ഭരണം ഉറപ്പിച്ചു. കുറേ പ്രദേശങ്ങൾ വീണ്ടും സ്പെയിൻ്റെ കയ്യിൽ തന്നെ ഉണ്ടായിരുന്നു. പക്ഷേ ഈ അമേരിക്കൻ ബോസ്റ്റൺ ടീ പാർട്ടി സ്ട്രഗിളും അതുപോലെയുള്ള മറ്റ് സമരങ്ങളിലൂടെ അമേരിക്ക റവല്യൂഷൻ പൂർത്തിയായിട്ട് അമേരിക്ക ഒരു ഇൻഡിപെൻഡൻറ്റ് കൺട്രി ആയിട്ട് മാറുന്നു. അവിടെ നിന്ന് ബ്രിട്ടൻ പുറത്താകുന്നു. ആ ബ്രിട്ടനെ പുറത്താക്കുമ്പോൾ ഒരു ട്രീറ്റി ഉണ്ട്, പാരീസ് ട്രീറ്റി. 1783 തോന്നുന്നു പാരീസ് ട്രീറ്റി. പാരീസിൽ വെച്ചിട്ടാണ് ഈ ട്രീറ്റി സൈൻ ചെയ്യുന്നത്. അപ്പോൾ അന്ന് ഫ്രാൻസ്, അറിയാമല്ലോ, ഫ്രാൻസും ഇംഗ്ലണ്ടും തമ്മിൽ ഭയങ്കര യുദ്ധത്തിലായിരുന്നു. ഇവിടെ അമേരിക്ക ബ്രിട്ടീഷുകാരെ പുറത്താക്കാൻ വേണ്ടിയിട്ട് സമരം ചെയ്യുമ്പോൾ ഫ്രാൻസ് ബ്രിട്ടീഷുകാർക്ക് എതിരായിട്ട് അമേരിക്കയ്ക്ക് സഹായം ചെയ്തു. അങ്ങനെ അമേരിക്ക സ്വതന്ത്രമാകുമ്പോൾ അമേരിക്കയ്ക്ക് സമ്മാനമായിട്ട് കൊടുത്തയച്ച ഒരു ശില്പമാണ് സ്റ്റാച്യു ഓഫ് ലിബർട്ടി. പോയി കാണുന്ന ഈ വലിയ, എന്താ പറയുക,
സ്റ്റാച്യു. ഓക്കെ, അങ്ങനെ ബ്രിട്ടൻ ഇവിടുന്ന് പുറത്തായി. ഇതേ സമയത്ത് 1500 മുതൽ, അത് 15-ാം നൂറ്റാണ്ട് മുതൽ 16-ാം നൂറ്റാണ്ട് വരെ ഇന്ത്യയുമായിട്ടുള്ള എല്ലാ ട്രേഡും, യൂറോപ്പുമായിട്ടുള്ള ഇന്ത്യയുടെ ട്രേഡ് മുഴുവൻ നടന്നിരുന്നത്, കച്ചവടം നടന്നിരുന്നത് പോർച്ചുഗീസുകാർ വഴിയാണ്. പോർച്ചുഗീസുകാരാണ് ഇതിൻ്റെ മോണോപ്പൊളി. സ്പൈസസിൻ്റെ മോണോപ്പൊളി അന്ന് പോർച്ചുഗീസുകാർക്കാണ്. അതല്ലാതെ വരുന്ന ഒരൊറ്റ റൂട്ട് ഇന്ത്യയിൽ നിന്ന് അറബികൾ കൊണ്ടുപോയിട്ട് കരമാർഗം ഒമാന്റെ തീരത്ത് നിന്ന് ഗാസയുടെ തീരത്തേക്ക്, അല്ലെങ്കിൽ റെഡ് എന്താ പറയാ ചെങ്കടൽ വഴി കൊണ്ടുപോയിട്ട് ഗാസയിൽ നിന്ന് മെഡിറ്ററേനിയൻ കടൽ വഴി വെനീസുകാർ കച്ചവടം ചെയ്ത് യൂറോപ്പിലെത്തുന്ന വളരെ നീണ്ട ഒരു യാത്രയാണ് സ്പൈസസിന് ഉണ്ടായിരുന്നത്. ആ സ്പൈസ് റൂട്ടിൽ പക്ഷേ വില കൂടുതലാണ്. പോർച്ചുഗീസുകാരൻ്റെ സ്പൈസ് റൂട്ടിൽ വില കുറവാണ്. അതുകൊണ്ട് പോർച്ചുഗീസുകാരാണ് അന്ന് യൂറോപ്പിലെ സ്പൈസിൻ്റെ മൊത്ത വിതരണക്കാർ, മോണോപ്പൊളി. അത് ബ്രേക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പിന്നീട് ബ്രിട്ടീഷുകാർ പോർച്ചുഗീസുകാരെ കൂസാതെ സ്വന്തം നിലക്ക് ഇറങ്ങിത്തിരിക്കുന്നതും അവർ 1612 സൂറത്തിൽ വന്ന് ലാൻഡ് ചെയ്യുന്നു. അവിടെ ഒന്നാം കണ്ട് കഥ മാറുകയാണ്. പിന്നെ പതിയെ അവർ ഓരോ നീക്കുപോക്കുകൾ ഉണ്ടാക്കിയിട്ടും ഇവിടെ തല്ലിയിരുന്ന പല രാജാക്കന്മാരുടെയും പക്ഷം ചേർന്നിട്ടും തോൽപ്പിച്ചിട്ടും ചതിയിലൂടെയും വഞ്ചനയിലൂടെയും ഒക്കെ നമ്മുടെ ഇന്ത്യ മഹാരാജ്യം ഈ ബ്രിട്ടീഷുകാരുടെ കോളനിയായിട്ട് മാറി. അപ്പോഴേക്കും പോർച്ചുഗീസുകാരെ അവർ ഒരുപാട് ഒഴിവാക്കി, തുരത്തി കളഞ്ഞു. കുറച്ച് ഏരിയ മാത്രം അവർക്ക് വിട്ടുകൊടുത്തു. ഗോവയൊക്കെ പോർച്ചുഗീസുകാരുടെ കയ്യിൽ തന്നെയായിരുന്നു കുറേ കാലം. നമ്മൾ സ്വാതന്ത്ര്യം കിട്ടുന്നത് വരെ അത് പോർച്ചുഗീസിൻ്റെ കയ്യിൽ തന്നെയായിരുന്നു. അപ്പോൾ അത്രയും വലിയ ഒരു ചരിത്ര സംഭവത്തിൻ്റെ വിഗതികൾ നിയന്ത്രിച്ചത് വെറും നമ്മുടെ കുപ്പിയിലിട്ട് വെക്കുന്ന ഈ പുന്നാര കുരുമുളകാണ് എന്നുള്ള വിചിത്രമായ ഒരു സത്യമാണ് ഈ ലോക ചരിത്രത്തിലൂടെ നമുക്ക് കണ്ടുപിടിക്കുമ്പോൾ മനസ്സിലാവുന്നത്. കുരുമുളക് അന്വേഷിച്ചിറങ്ങിയ സ്പെയിൻകാരൻ്റെയും പോർച്ചുഗീസുകാരൻ്റെയും അല്ലെങ്കിൽ യൂറോപ്പുകാരുടെ കുരുമുളകിനോടുള്ള പ്രേമമാണ് നമ്മളെയും അമേരിക്കക്കാരെയൊക്കെ അടിമകളാക്കിയത്. അപ്പോൾ ഇവിടെ ഈ ബോസ്റ്റൺ ഹാർബറിൻ്റെ തീരത്ത് ഇവിടെ നിന്നിട്ട്, ഈ പാലത്തിൻ്റെ മേലെ നിന്ന് ബോസ്റ്റൺ ഹാർബറിലേക്ക് നോക്കുമ്പോൾ, അന്ന് ബോസ്റ്റൺ ടീ പാർട്ടി സ്ട്രഗിളിൽ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ 3 കപ്പലിൽ വന്ന ആ തേയില മുഴുവനായും എടുത്ത് കെട്ടുകൾ പൊട്ടിച്ച് വെള്ളത്തിലേക്കിട്ട സാമുവൽ ആദംസും കൂട്ടരും ശരിക്കും ഓർമ്മ അർഹിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ബോസ്റ്റൺ ടീ പാർട്ടി സ്ട്രഗിൾ കാണാനും ഇവിടെ വരാനും ഈ കഥ നിങ്ങളോട് പറയാനും എനിക്ക് തോന്നിയത്. ഇനിയും ഇങ്ങനെയുള്ള എന്തെങ്കിലും കഥകളുമായിട്ട് ഞാൻ വരാം. താങ്ക് യു.